ലക്ഷ്മി. രചന ശ്രീലക്ഷ്മി അമ്പാട്ടുപറമ്പിൽ. എന്തിരിപ്പാ ലക്ഷ്മി ഇത്? കുഞ്ഞ് കരയണത് കണ്ടില്ലേ? എൻ്റെ മോളെ എനിക്ക് വേണം. പറ്റില്ല, എൻ്റെ മോളെ എനിക്ക് വേണം. അത്ര നേരം നിശബ്ദത അടഞ്ഞു കൂടി നിന്ന കോടതി മുറിക്കുള്ളിൽ എൻ്റെയും ശ്രീയുടെയും ശബ്ദങ്ങൾ മാറി മാറി പ്രതിധ്വനിച്ചു. കോടതി നൽകിയ 2 ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് കടിപ്പാട്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കും പോലെ ഞാനും ശ്രീയും ഞങ്ങളുടെ 2 വയസ്സുകാരി മകൾ ശ്രീനന്ദയ്ക്ക് വേണ്ടി വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കോടതി വിധിച്ചു, എല്ലാ മാസത്തിലെയും അവസാനത്തെ ഒരാഴ്ച കുഞ്ഞിനെ അച്ഛന് കൊടുക്കണം, ബാക്കി ദിവസങ്ങളിൽ അമ്മയ്ക്കൊപ്പം. വിധി കേട്ട് നേരിയ ആശ്വാസത്തിൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും മടിയിലിരിക്കുന്ന മോളുടെ മുഖത്തേക്ക് എൻ്റെ കണ്ണുകൾ നീണ്ടു. ഒന്നും മനസ്സിലാവാതെ എന്നെയും ശ്രീയെയും മാറി മാറി നോക്കി ചിരിക്കുകയാണവൾ. ആ കുഞ്ഞു മനസ്സിനറിയില്ലല്ലോ ഇനി അവളുടെ അച്ഛനും അമ്മയും ഒന്നിച്ചില്ലെന്ന്. കോടതി മുറ്റത്തേക്ക് ഇറങ്ങി അമ്മയുടെ കയ്യിൽ നിന്നും മോളെ വാങ്ങി ഞാൻ എൻ്റെ മാറോട് ചേർത്തു. എന്തിനോ വേണ്ടി ആരെയോ തിരിഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലച്ചു. പിന്നിൽ നിന്ന് വിളിക്കുന്നത് ശ്രീയാണെന്നറിഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള ശക്തിയില്ലാതെ ഒരു ശില കണക്കി ഞാൻ പിന്തിരിഞ്ഞു നിന്നു. ശ്രീ എനിക്ക് അഭിമുഖമാകും വിധം വന്ന് നിന്നു. മോളെ ഞാൻ ഒന്നുകൂടി എൻ്റെ മാറിലേക്ക് ചേർത്തു. ഇറുക്കെ പിടിച്ചു. തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ വന്നതല്ല. മോളെ ഞാനൊന്ന് എടുത്തിട്ട് തിരിച്ചു തരാം. വിശ്വസിക്കില്ല ലച്ചു. ഞാൻ പതിയെ മോളെ ശ്രീക്ക് നേരെ നീട്ടി. നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ എൻ്റെ കണ്ണുകൾ ശ്രീ കാണാതിരിക്കാൻ ഞാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. ലക്ഷ്മി എന്ന ഞാനും ശ്രീഹരി എന്ന ശ്രീയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ന് ആ കോടതി മുറിയിൽ വെച്ച് അവസാനിച്ചിരിക്കുന്നു. ശ്രീ മോളെ എടുത്ത് ഉയർത്തുന്നുണ്ടായിരുന്നു. മോളുടെ കവിളിലും നെറ്റിക്കുമെല്ലാം മാറി മാറി ചുംബിക്കുന്നുണ്ടായിരുന്നു. മോളുടെ കുസൃതി തരങ്ങൾക്കൊടുവിൽ ശ്രീയുടെ മുഖത്തെ കണ്ണട അവൾ വലിച്ചൂരിയപ്പോഴാണ് ഞാനും കണ്ടത് കരഞ്ഞു കലങ്ങിയ ശ്രീയുടെ ചുവന്ന മിഴികൾ. അധിക നേരം അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. മോളെ ഞാൻ ശ്രീയുടെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങി മുൻപോട്ട് നടന്നു. അപ്പോഴും ശ്രീ എന്നെ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, ലച്ചു. കേൾക്കാത്ത ഭാവത്തിൽ അമ്മയ്ക്കും അച്ഛനും അടുത്തേക്ക് ഞാൻ നടക്കുമ്പോൾ കോടതി വരാന്തയിലും മുറ്റത്തുമായിട്ട് നിൽക്കുന്ന പല ആളുകളുടെയും കണ്ണുകൾ ഞങ്ങൾക്ക് മീതെയായിരുന്നു. കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് തല ചായ്ച്ച് കണ്ണടച്ചിരിക്കുമ്പോഴും എൻ്റെ വിരലുകൾ നീണ്ടത് കഴുത്തിലെ നീളൻ മാലയുടെ തുമ്പിൽ ശ്രീഹരി എന്ന പേര് കൊത്തി എന്നോട് ചേർത്ത ആലിലെ താലിയിലേക്കായിരുന്നു. അർത്ഥശൂന്യമായ ഒരു ലോകമായി അതിൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്നു. മോളെ, വീടെത്തി, ഇറങ്ങ്. അമ്മ തോളിത്തട്ടിയത് പറയുമ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. പതിയെ ഇറങ്ങി. ഉമ്മറത്ത് തന്നെ മുത്തശ്ശിയും ഏട്ടത്തിയും ഏട്ടനുമെല്ലാം ഉണ്ട്. നിറഞ്ഞു വന്നുകൊണ്ടിരുന്ന കണ്ണുകൾ സാരി തുമ്പിനാൽ ഒപ്പിയെടുക്കുമ്പോൾ പിന്നിൽ നിന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്താ കാര്യം, എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. ആ വാക്കുകൾ എന്നെ കൂടുതൽ കുത്തി നോവിക്കുന്നത് പോലെ തോന്നി. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു. അമ്മയുടെ തോളിക്കിടന്ന് ചിണുങ്ങി കരയുന്ന മോളെ കയ്യിലേക്ക് വാങ്ങി ഉമ്മറത്ത് നിൽക്കുന്ന ആരെയും നോക്കാതെ ഞാൻ അകത്തേക്ക് കയറിപ്പോയി. തടികൊണ്ടുള്ള ഗോവണിപ്പടിയിൽ ചുവടുകൾ ഓരോന്നും മുകളിലേക്ക് വയ്ക്കുമ്പോൾ കാലിടറാതിരിക്കാൻ ഞാൻ കൈവിരയിലേക്ക് വിരൽ ചേർത്തു. മുറിയിലെ തണുപ്പിനുള്ളിലും ശ്രീ എന്ന കനലിൻ്റെ ചൂട് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. മോളെ കട്ടിലേക്ക് കിടത്തി കൊയ്തൊഴിഞ്ഞ നെൽപ്പാടത്തിലേക്ക് കണ്ണുനട്ട് ഞാൻ മുറിയിലിരുന്നു. മനസ്സ് സഞ്ചരിച്ചത് വർഷങ്ങൾ പിന്നിലേക്കായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ജൂനിയർ ഡോക്ടർ ശ്രീഹരിയെ ഞാൻ പരിചയപ്പെട്ടത്. രണ്ടാളുടെയും വീടും നാടുമെല്ലാം ആലപ്പുഴ ആയതുകൊണ്ട് കോഴിക്കോട്ടു നിന്നുള്ള മടങ്ങിവരവുകളെല്ലാം ഒന്നിച്ചായിരുന്നു. ശ്രീക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാനായിട്ടൊന്നും ചോദിച്ചിട്ടുമില്ല.
ചോദിക്കുമ്പോഴൊക്കെയും ശ്രീയുടെ മുഖം വല്ലാണ്ടാകുന്നുമുണ്ടായിരുന്നു. ഒരിക്കൽ കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ ഒരു വൈകുന്നേര സമയത്ത് കോഫി കുടിക്കാനായി വണ്ടി നിർത്തി കോഫി ഷോപ്പിലേക്ക് കയറി. ശ്രീയുടെ തൊട്ടടുത്ത് തന്നെ ഞാനിരുന്നു. അന്ന് എൻ്റെ കൈവിരലുകളിലേക്ക് വിരൽ ചേർത്ത് ശ്രീ എന്നോട് അവൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം പറഞ്ഞു. നോ പറയാനോ കൈ തട്ടിമാറ്റാനോ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ പോലും അറിയാതെ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ശ്രീ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നെങ്കിലെന്ന്. അവിടെ തുടങ്ങുകയായിരുന്നു ഞങ്ങളുടെ പ്രണയം. വീട്ടുകാരുടെ ചെറിയ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ ഞങ്ങളുടെ വിവാഹത്തിന് അവരും സമ്മതം മൂളിത്തന്നു. ഒരു സെപ്റ്റംബർ 21 എല്ലാ അർത്ഥത്തിലും ഞാൻ ശ്രീയുടെ സ്വന്തമായി. വിവാഹം കഴിഞ്ഞ് 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കിടയിലേക്ക് നന്ദമോൾ വരുന്നത്. സന്തോഷം നിറഞ്ഞ കുടുംബം. പക്ഷേ ലക്ഷ്മി, ഇത് എന്തോർത്തിരിക്കാം, നന്ദമോൾ കരയുന്ന കണ്ടില്ലേ നീ? എൻ്റെ ഓർമ്മകൾക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അമ്മയായിരുന്നു അത് പറഞ്ഞത്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. കട്ടിലിൽ കിടന്ന് കരയുന്ന നന്ദമോള് പെട്ടെന്ന് മോളെ എടുത്ത് എൻ്റെ മാറോട് ചേർത്ത് അവൾക്ക് പാല് കൊടുക്കുമ്പോൾ എൻ്റെ കഴുത്തിലെ താലിയിൽ വിരലുകൾ ചേർത്തവൾ കളിക്കുകയായിരുന്നു. ഞാൻ മോളുടെ കുഞ്ഞു നെറ്റിയിലേക്ക് എൻ്റെ ചുണ്ടുകൾ ചേർത്തു. അപ്പോഴാണ് കട്ടിലിൽ കിടന്ന എൻ്റെ ഫോൺ റിങ് ചെയ്തത്. കമന്ന് കിടന്ന ഫോൺ മലർത്തി നോക്കുമ്പോൾ ശ്രീ എന്ന പേരും പിന്നിലൂടെ വന്ന് ശ്രീ എന്നെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ ഉമ്മ വയ്ക്കുന്ന ചിത്രവും ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നു. ഒരു നിമിഷം ശ്രീക്കൊപ്പം ഉണ്ടായിരുന്ന സുന്ദര മുഹൂർത്തങ്ങൾ ഓരോന്നും കണ്ണിൻ മുന്നിലൂടെ ഓടി മറയും പോലെ എനിക്ക് തോന്നി. ചിത്രത്തിലേക്കും ശ്രീ എന്ന പേരിലേക്കും പാല് കുടിച്ചുകൊണ്ടിരുന്ന നന്ദമോളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനൊരു നിമിഷം നിന്നു. കമന്ന് കിടന്ന ഫോൺ മലർത്തി നോക്കുമ്പോൾ വീണ്ടും ശ്രീയുടെ മുഖം. കോൾ കട്ട് ചെയ്യാനുള്ള ചുവന്ന ബട്ടണിലേക്ക് എൻ്റെ വിരൽ നീണ്ടപ്പോഴും മനസ്സിനൊരുതരം മരവിപ്പാണ് തോന്നിയത്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തലയണയ്ക്കിടയിലേക്ക് വെച്ച് ഉറങ്ങിത്തുടങ്ങിയ മോളെ ഞാൻ മെല്ലെ കട്ടിലേക്ക് കിടത്തി. മോൾക്ക് ഇരുവശത്തും തലയണ വെച്ചു. ജനലഴികളിൽ വിരൽ ചേർത്ത് കൊയ്ത്തൊഴിഞ്ഞ പാടത്തേക്ക് നോക്കി ഞാൻ മൗനമായി നിന്നു. സന്ധ്യ മയങ്ങി തുടങ്ങിയതുകൊണ്ട് പാടത്തിനക്കരെയുള്ള വീടുകളിൽ ലൈറ്റുകൾ തെളിഞ്ഞു കാണാം. ദേവീക്ഷേത്രത്തിലെ ഗീതങ്ങൾ ഓരോന്നും ജനലഴികൾക്കിടയിലൂടെ എൻ്റെ കാതിലേക്ക് ഒഴുകിയെത്തി. ഒരു തവണ മറക്കാൻ ശ്രമിക്കുമ്പോൾ പുതുമയോടെ 100 തവണ ഓർത്തെടുക്കുന്ന അധ്യായം. അതാണ് ശ്രീകരി. വീണ്ടും എൻ്റെ ചിന്തകൾക്കിടയിൽ സ്ഥാനം പിടിക്കുകയാണ് ലച്ചു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഏട്ടത്തി ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ മോള്? എന്താ ഏട്ടത്തി ഇത്? ഞാൻ ഏട്ടത്തിയോട് എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഒരെന്നാലും ഇല്ല. ഏട്ടത്തി ചോദിക്ക്. ശ്രീയും മോളും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഒരു നിമിഷം നെഞ്ചിലൊരു വെള്ളിടി വെട്ടിയതുപോലെ ഞാൻ നിന്നു. നീ സ്വയം തെരഞ്ഞെടുത്തതല്ലേ ശ്രീയെ? പിന്നെ നിങ്ങൾ തമ്മിൽ പിരിയാനെന്താ കാരണം? അമ്പ് തൊടുത്തു വിടും പോലെ ഏട്ടത്തി ചോദ്യങ്ങൾ ഓരോന്നും എനിക്ക് നേരെ തൊടുത്തു വിട്ടു. ഏട്ടത്തി, ഞാൻ പ്ലീസ് ഏട്ടത്തി എന്നോടൊന്നും ചോദിക്കരുത്. അതും പറഞ്ഞുകൊണ്ട് ഞാൻ കട്ടിലേക്കിരുന്നു. നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന എൻ്റെ മിഴികളെ സാരി തലപ്പുകൊണ്ട് ഒപ്പിത്തരുമ്പോൾ ഏട്ടത്തി പറയുന്നുണ്ടായിരുന്നു, മോളെ അല്പനേരം നീ കിടന്നോളൂന്ന്. അതും പറഞ്ഞ് വാതിൽ പാതിച്ചാരി ഏട്ടത്തി മുറിവിട്ട് പുറത്തേക്കിറങ്ങി. വെള്ള വിരിച്ച തലയണയിലേക്ക് മുഖം ചേർത്ത് കരയുമ്പോൾ കണ്ണീരും കൺമഷിയും കൺകോണിലൂടെ ഒന്നിച്ചൊഴുകിയിറങ്ങി. രാവേറെ മയങ്ങിയപ്പോൾ ഇമകൾ എപ്പോഴോ ഉറക്കത്തിന് വഴിമാറിക്കൊടുത്തു. ഉണർന്നെണീറ്റ് ഉറക്കം തെളിഞ്ഞ് എണീറ്റ മോളെയും എടുത്തുകൊണ്ട് ഞാൻ താഴേക്ക് നടന്നു. തിളപ്പിച്ചാറിയ പാല് കുപ്പിയിലേക്ക് നിറച്ചു. അമ്മയുടെ കയ്യിൽ മോളെ ഏൽപ്പിച്ച് കുളിച്ച് ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു. എനിക്ക് എതിർവശത്തായി അച്ഛനും. ലക്ഷ്മി, എന്താ നിന്റെ ഉദ്ദേശം? ഒന്നും മനസ്സിലാവാതെ ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ഹോസ്പിറ്റലിൽ പോകാതെ
ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാനാണോ നിന്റെ ഭാവം? ശ്രീയുടെ ഹോസ്പിറ്റലിലേക്ക് ഇനി ഞാനില്ല. തന്നെ ഇഷ്ടത്തിന് ഇവിടെ ഇങ്ങനെ തപസരിക്കാനല്ല ലക്ഷങ്ങൾ മുടക്കി നിന്നെ പഠിപ്പിച്ച് ഞാനൊരു ഡോക്ടറാക്കിയത്. ഒന്നും മിണ്ടാതെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് ഞാൻ എണീറ്റു. അച്ഛൻ പറഞ്ഞതിന് തിരിച്ചു മറുപടി പറയാനും എൻ്റെ പക്കൽ ഒന്നുമില്ല. പ്ലേറ്റുമായി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അമ്മ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അച്ഛൻ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തേലും പറഞ്ഞെന്ന് വെച്ച്, മോൾ എന്താ കഴിക്കാണ്ട് എണീറ്റ്? ഇത് കഴിക്ക്. വേണ്ടമ്മേ, വിശപ്പില്ല. അതും പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് മോളെയും വാങ്ങി മുറിയിലേക്ക് പോയി. രാവും പകലും പുഴയൊഴുകും വേഗത്തിൽ ഒഴുകി മറിയുമ്പോൾ, അമ്മേ, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. ദേവീക്ഷേത്രത്തിൽ പോകാനാണോ? ഏട്ടത്തെ കൂടെ കൂട്ടിക്കോ, ഒറ്റയ്ക്ക് പോകണ്ട. തനിച്ച് പൊയ്ക്കോളാം. അതും പറഞ്ഞ് മോളെയും എടുത്ത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കൊയ്ത്തൊഴിഞ്ഞ പാടത്തിൻ്റെ വരമ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മുറിച്ചെടുത്ത ഞാറിൻ്റെ പകുതിക്കിടയിൽ കൊറ്റികൾ സ്ഥാനം പിടിച്ചിരുന്നു. വെള്ളക്കൊക്കുകളെ നന്ദമോളൊരു അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. എണ്ണയും കർപ്പൂരവും അമ്പലത്തിലേക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ മനസ്സൊന്ന് പാതി ശാന്തമായി. 2 പുഷ്പാഞ്ജലി വേണം. പേരുന്നാളും ശ്രീഹരി അശ്വതി, ശ്രീനന്ദ ഉത്രട്ടാതി. പണം കൊടുത്ത് റെസിപ്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാനും ഓർത്തത്, ശ്രീക്ക് വേണ്ടി എന്തിന് ഞാൻ? ശ്രീയെ എനിക്കിപ്പോഴും പൂർണ്ണമായി മറക്കാനോ വെറുക്കാനോ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇത്. ദീപാരാധന കഴിഞ്ഞ് നട തുറന്നു. ഒരു ശക്തിയും എൻ്റെ മോളെ എന്നിൽ നിന്ന് അടർത്തി മാറ്റരുതേ എന്ന് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ പ്രതീക്ഷയും സ്വപ്നവുമെല്ലാം എൻ്റെ നന്ദമോളായിരുന്നു. പുണ്യാഹം തന്നപ്പോൾ അല്പം നന്ദമോളുടെ നാവിലേക്കും നെറുകയിലേക്കും ഒറ്റിച്ചു. പ്രാർത്ഥിച്ച് വലത്തു വെച്ച് തിരികെ ഇറങ്ങുമ്പോഴേ കൈക്കുമ്പളുടെ ചന്ദനം കൊണ്ട് നെറ്റിയിലേക്കൊരു കുറി വരച്ചു. തിരികെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഉമ്മറത്തെല്ലാവരും ഉണ്ട്. ലക്ഷ്മി. മോളെയും കൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ അച്ഛനായിരുന്നു പിന്നിൽ നിന്ന് വിളിച്ചത്. ശ്രീയെ വിളിച്ചിരുന്നു. ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. ഇല്ല, മോളെ ഞാൻ കൊടുക്കില്ല. നാളെ അവൻ ബീച്ചിനടുത്തുള്ള മരത്തിൻ്റെ അടുത്ത് നിൽക്കൂന്ന്. 3 മണിക്ക് മോളെ അവനെ ഏൽപ്പിക്കണം. മറുത്തൊന്നും തിരിച്ചു പറയാനാവാതെ നാവ് വിലങ്ങിയതുപോലെ ഞാൻ നിന്നു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. പുലരുവോളം കട്ടിലിൽ കിടന്നുറങ്ങിയ നന്ദമോളെ ഇമ ചിമ്മാതെ ഞാൻ നോക്കിയിരുന്നു. ലച്ചു, അച്ഛൻ താഴത്ത് കാത്തു നിൽക്കുമോ മോളെ? നീ വാ, കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് വരൂ. ഒന്നും മിണ്ടാതെ ഞാൻ അമ്മയെ ഒന്ന് ദയനീയമായി നോക്കി. മോളുടെ തുണിയും മരുന്നുമെല്ലാം എടുത്തു വെച്ചോ? ഞാൻ വെറുതെ അലസമായി ഒന്ന് തലകുലുക്കുക മാത്രം ചെയ്തു. ബാഗും സാധനങ്ങളും എടുത്ത് അമ്മ മുമ്പേ നടന്നപ്പോൾ മോളെയും കൊണ്ട് ഞാൻ പിന്നാലെ ചെന്നു. ഗീത. ഞാൻ അച്ഛന് നേരെ കൈ നീട്ടി. വേണ്ട മാധവേട്ട, ലച്ചുവിനെ ഒറ്റയ്ക്ക് വിടണ്ട. അമ്മ ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ചാവാനൊന്നും പോവല്ല. എൻ്റെ നന്ദമോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അച്ഛാ, ഗീത. ലച്ചു പറയുന്ന കേക്ക്. നിവർത്തിയില്ലാതെ മോളെയും എടുത്ത് ഞാൻ അച്ഛനൊപ്പം കാറിൽ കയറി. കാറ് കടൽ തീരത്തിനടുത്തുള്ള മരച്ചുവട്ടിലേക്ക് വരുമ്പോഴേ ദൂരെ നിന്ന് ഞാൻ കണ്ടു ഞങ്ങളെക്കാൾ മുന്നേ മരച്ചുവട്ടിനടുത്ത് സ്ഥാനം പിടിച്ച സ്ത്രീയെ. അച്ഛൻ ആദ്യം നടന്നു, പിന്നാലെ ഞാനും. അച്ഛൻ സ്ത്രീയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിക്കാതെ മോളെ മാറോടടുക്കി പിടിച്ച് ഞാൻ നിന്നു. ലച്ചു, മോളെ കൊണ്ട് കൊടുക്ക്. അച്ഛനത് പറഞ്ഞുകൊണ്ട് എൻ്റെ തോളി തട്ടി മുൻപോട്ട് വിട്ടു. മാനത്ത് കാർമേഘം ഇരുന്ന് കൂടുന്നുണ്ട്. മഴത്തുള്ളികൾ ഓരോന്നും താഴേക്ക് പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ചിട്ട് മോളെ ഞാൻ ശ്രീയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും മഴത്തുള്ളികൾ ഓരോന്നും ഞങ്ങളുടെ മേൽ വന്നു വീണു. ശ്രീ മോളെ നനയ്ക്കാതെ വേഗം കാറിനടുത്തേക്ക് കൊണ്ടുപോയി. അച്ഛൻ മോളുടെ സാധനങ്ങളെല്ലാം കാറിലേക്ക് കൊണ്ടുപോയി വെച്ചു. കലി തുള്ളിയ ആകാശമപ്പം ഒന്നിനു പിറകെ ഒന്നായി മഴത്തുള്ളികൾക്ക് ജന്മം കൊടുത്തുകൊണ്ടേയിരുന്നു. ശക്തിയിൽ അവ എൻ്റെ തലയ്ക്ക് മീതെ പെയ്തിറങ്ങി. ലച്ചു, മോളെ മഴ നനയാതെ വാ, നമുക്ക് പോകാം. അച്ഛ, എൻ്റെ മോള് പോയി. അതും പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനെ വട്ടം കെട്ടിപ്പിടിച്ചു.
അച്ഛൻ്റെ തോളിൽ തലവെച്ച് മുൻപോട്ടേക്ക് നോക്കുമ്പോൾ കണ്ണീരും മഴത്തുള്ളികളും കൊണ്ട് നനഞ്ഞൊട്ടിയ കൺപീലികൾക്കിടയിലൂടെ ഞാൻ കാണുകയായിരുന്നു എൻ്റെ മോളെയും കൊണ്ട് ശ്രീയുടെ കാറ് ദൂരങ്ങൾ താണ്ടി പോകുന്നത്. വീട്ടിൽ വന്നു കയറുമ്പോൾ എല്ലാവരും ഉമ്മറത്തുണ്ടായിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി ഞാൻ മുറിക്കകത്തേക്ക് നടന്നു. നിലത്ത് കട്ടിലിനൊരു മൂലയ്ക്ക് മുട്ടിന്മേൽ മുഖം ചേർത്ത് താനിരുന്നു. മാറിയിട്ട മോളുടെ ഡ്രസ്സും ശബ്ദം കേൾക്കുന്ന ചെരുപ്പുമെല്ലാം കട്ടിലിൻ്റെ മുകളിൽ. മോളുടെ ഓർമ്മകൾ എനിക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു. അതെന്നെ കൂടുതൽ കുത്തി നോവിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. മോളില്ലാതെ അവളുടെ ഓർമ്മകളിൽ ആ ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പിറ്റേന്ന് രാവിലെ, മോളിതിങ്ങോട്ടാ ഇത്ര രാവിലെ? ഞാൻ ഹോസ്പിറ്റലിൽ പോവാമേ, ലീവ് ക്യാൻസൽ ചെയ്തു. ഞാനത് പറഞ്ഞു നിർത്തിയപ്പോൾ വിശ്വാസം വരാതെ അമ്മ എന്നെ തന്നെ നോക്കുന്നുണ്ട്. അമ്മയ്ക്കറിയില്ലല്ലോ ഹോസ്പിറ്റലിൽ ചെന്ന് ശ്രീയെ കണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ തിരികെ വാങ്ങാനാണ് ഞാൻ പോകുന്നതെന്ന്. കഴിച്ചിട്ട് പോമോളെ. വേണ്ടമ്മേ, തീരെ വിശപ്പില്ല. അതും പറഞ്ഞ് കാറിൻ്റെ കീയും കയ്യിലെടുത്ത് ഞാൻ ഇറങ്ങി. ശ്രീയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ തിരികെ വാങ്ങണം. അത് മനസ്സിലുറപ്പിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചത്. കാറ് പാർക്ക് ചെയ്ത് ഇടനാഴിയിലൂടെ എൻട്രൻസ് റൂമിലേക്ക് നടക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തകളാൽ എൻ്റെ മനസ്സാകപ്പാടെ അസ്വസ്ഥമായിരുന്നു. കുറച്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞാണ് വന്നതെങ്കിലും വലിയ പുതുമയൊന്നും തോന്നിയില്ല. ഞാൻ അല്പം നേരത്തെ എത്തിയതുകൊണ്ട് പേഷ്യൻസ് ഒന്നും വരാൻ തുടങ്ങിയിരുന്നില്ല. പതിയെ റൂമിലേക്ക് ചെന്നു. തല ചായ്ച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. ഹലോ മേഡം, വന്നിട്ട് ഒരുപാട് നേരമായോ? കൂട്ടിയിട്ട കണ്ണുകളെ ഞാൻ ധൃതിയെ തുറന്നു. കൺമുമ്പിൽ അമ്പാടി. കുട്ടിക്കാലം മുതലെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അർജുൻ. സ്നേഹമുള്ളവരൊക്കെ അവനെ അമ്പാടിയെന്ന് വിളിക്കും. അവനും ഇതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെയും ശ്രീയുടെയും വിവാഹം നടത്താനും ഞങ്ങളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാനും ഇവനായിരുന്നു എല്ലാത്തിനും മുന്നിൽ. ഡി, ഞാൻ പറഞ്ഞത് നീ കേട്ടോ? ഞാൻ വെറുതെ പുഞ്ചിരിക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോഴേക്കും അവൻ എൻ്റെ എതിർവശത്തുള്ള ചെയറിലിരുന്നു. ഡി, ഞങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു. ഞാൻ വെറുതെ അലസമായെന്ന് മൂളുക മാത്രം ചെയ്തു. ബന്ധം ഏർപ്പെടുത്താൻ മാത്രം. നിങ്ങൾക്കിടയിൽ എന്തായിരുന്നു ഇത്ര വലിയ ഇഷ്യൂ? അമ്പാടി പ്ലീസ്. ഞാനൂടെ ഇടപെട്ട ഈ കല്യാണം ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. പിരിയുന്നതിന് മുമ്പ് ഒരു വാക്ക്, അല്ലെങ്കിൽ എന്തിനാണ് പിരിഞ്ഞത്, അതേലും നിനക്കൊന്ന് പറയായിരുന്നു. ഒന്നും മിണ്ടാതെ ടേബിളിലേക്ക് കൈമുട്ട് കുത്തി നിവർത്തിപ്പിടിച്ച കൈവെള്ളയിലേക്ക് മുഖം പൂഴ്ത്തി ഞാനിരുന്നു. ലച്ചു, ഡി നോക്കിയേ. ഞാൻ അതേ ഇരിപ്പ് തുടർന്നു. ഡി, എനിക്ക് തോന്നിയ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ ഞാൻ പറഞ്ഞതാ. വിട്ടുകളാ. ദേ, പേഷ്യൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, നീ ഇങ്ങനെ ഇരിക്കാതെ. അവനത് പറഞ്ഞു നിർത്തി. അവൻ്റെ കാൽപ്പെരുമാറ്റം റൂമിൻ്റെ പടികടന്ന് പുറത്തേക്ക് പോയ ശേഷം ഞാൻ പതിയെ മുഖമുയർത്തി. പേഷ്യൻസ് ഓരോന്ന് വന്നു തുടങ്ങി. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ ഒരു തോന്നൽ. മനസ്സ് നിറയെ നന്ദമോൾ. എങ്കിലും വളരെ ശ്രദ്ധാപൂർവമായിരുന്നു മരുന്നുകൾ ഓരോന്നും ചീട്ടിലേക്ക് എഴുതി ചേർത്തത്. പേഷ്യൻസിൻ്റെ തിരക്ക് അല്പം കുറഞ്ഞപ്പോൾ ഞാൻ പതിയെ ശ്രീയുടെ റൂമിന് മുൻപിലൂടെയൊന്ന് നടന്നു. റൂം അടഞ്ഞു കിടക്കുകയാണ്. എനിക്കെതിരെ സിസ്റ്റർ റിയ നടന്നു വരുന്നുണ്ട്. ഡോക്ടർ ശ്രീഹരി? ഞാൻ റിയോട് ചോദിച്ചു. ഡോക്ടർ ലീവാ, 1 വീക്ക് കഴിഞ്ഞേ വരൂ. ആ ഉത്തരം എന്നെ കുറച്ചൊന്നും ആയിരുന്നില്ല തളർത്തിയത്. എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. വൈകിട്ട് വീട്ടിലെത്തി അമ്മയെ നോക്കി അടുക്കളയിൽ ചെന്നപ്പോഴാണ് അച്ഛൻ്റെ പതിയുള്ള സംസാരം ഞാൻ കേട്ടത്. പറമ്പിലേക്ക് പോകും വഴി പലരും ചോദിച്ചു, ഇളയ കുട്ടി ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുവാണോന്ന്. അമ്മയെല്ലാം മൂളി കേൾക്കുന്നുണ്ട്, മറുത്തൊരക്ഷരം കൂടി പറയുന്നില്ല. കെട്ടിച്ചു വിട്ട മക്കള് വീട്ടിൽ വന്ന് നിന്നാലേ നാണക്കേട് വീട്ടിലിരിക്കുന്നവർക്കാ. അവൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ അടുത്തോട്ടല്ലാതെ വേറെ എങ്ങോട്ടാ മാധവേട്ട അവൾ പോണത്? എനിക്കൊന്നും അറിയില്ലെന്തോ. ഓരോരുത്തരുടെയും മുമ്പിൽ, ചോദ്യങ്ങൾക്ക് മുമ്പിൽ
തല കുനിച്ച് പോവാ ഞാൻ. അവൾ സ്വയം തിരഞ്ഞെടുത്തതല്ലേ, അനുഭവിച്ച് തീർക്കട്ടെ. അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി തുടങ്ങിയിരുന്നു ഞാനിങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് അച്ഛനുണ്ടായ നീരസം. മുറിയിലേക്ക് കയറി വന്ന് ഫോണെടുത്തു. ശ്രീധരമാമയെ വിളിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. ഹലോ ശ്രീധരമാമേ. ലച്ചുവേ, കുറെ ആയല്ലോ മോളെ വിളിയൊക്കെ വന്നിട്ട്. മാമേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വീട് വേണം വാടകയ്ക്ക്. ഇപ്പം എന്തിനാ ധൃതിയിലൊരു മാറ്റം? നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാമയോട് പറഞ്ഞു. നീ മോളും ഇങ്ങോട്ട് വാ, ഇവിടെ താമസിക്കാമല്ലോ. ആരും ഒന്നും പറയാനും പോണില്ല. അതൊന്നും വേണ്ട മാമേ, എനിക്കൊരു വീട് വേണം. ഒന്ന് നോക്കുവോ? ഫ്ലാറ്റായാലും മതി, റെൻ്റ് എത്രയാണേലും കുഴപ്പമില്ല. അതും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. നന്ദമോളെ ശ്രീ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ ഈ വീടൊഴിയും. ആർക്കും ശല്യമായി ഒരു ഇത്തിൽക്കണ്ണി കണക്കെ എങ്ങും പറ്റിപ്പിടിച്ച് നിൽക്കുന്നതിൽ ഒരർത്ഥമില്ല. 2 ദിവസം കഴിഞ്ഞ് മാമയോടൊപ്പം പോയി വീട് കണ്ടു. ഒരു ഹൗസിംഗ് കോളനി, ഒരേ മുഖമുള്ള കുറേയധികം വീടുകൾ, ഫർണിച്ചറുകളോട് കൂടി തന്നെ അവർ വാടകയ്ക്ക് കൊടുക്കുന്നുവെന്നറിഞ്ഞപ്പോൾ അതങ്ങ് ഉറപ്പിച്ചു. മുറ്റം നിറയെ പൂക്കളും വള്ളിപ്പടർപ്പുകളും. പുറമേ നിന്ന് നോക്കിയപ്പോഴും അകത്ത് കയറി നോക്കിയപ്പോഴും ആ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഡ്വാൻസും കൊടുത്ത് എല്ലാം ശരിയാക്കിയപ്പോഴാണ് മനസ്സിന് ഒരല്പം ആശ്വാസമായത്. നാളെ ശ്രീ എനിക്ക് നന്ദമോളെ കൊണ്ടുവന്ന് തരും. 7 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോന്നു. ശ്രീയേക്കാൾ മുൻപേ ആ മരച്ചുവട്ടിൽ ഞാൻ സ്ഥാനം പിടിച്ചപ്പോഴും എൻ്റെ കണ്ണുകൾ വഴിയിലേക്ക് നീണ്ടിരുന്നു. ശ്രീയുടെ ബ്ലാക്ക് കാറ് മരച്ചുവടിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുണ്ടായ സന്തോഷം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ശ്രീയുടെ കയ്യിൽ നിന്നും മോളെ വാങ്ങി തിരിഞ്ഞു നടക്കുമ്പോൾ പിന്നിൽ നിന്നും ശ്രീ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ലച്ചു, എന്തേ എന്ന ചോദ്യഭാവത്തിൽ കണ്ണുകൾ തുറപ്പിച്ച് ശ്രീയെ ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് ശ്രീ പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിലെ ചിന്ത മുഴുവനും ശ്രീക്ക് എന്നോട് എന്തായിരിക്കും പറയാനുള്ളത് എന്നതായിരുന്നു. നന്ദമോളെയും കൊണ്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ മോളെ 7 ദിവസം കൂടി കണ്ടതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു, അച്ഛനൊഴിച്ച്. നാളെ തന്നെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം മാറി അതൊരു ഞെട്ടലായി. എതിർപ്പുകളുമായി അച്ഛനൊഴികെ എല്ലാവരും വന്നെങ്കിലും തീരുമാനം ദൃഢമായതുകൊണ്ട് ആർക്കും എന്നെ പിന്തിരിപ്പിക്കാനായില്ല. പിറ്റേന്ന് രാവിലെ തന്നെ മോളെയും കൊണ്ട് ഞാൻ ആ വീടിൻ്റെ പടികളിറങ്ങി. പുതിയ വീടും സാഹചര്യങ്ങളും. മോള് വേഗം തന്നെ ഇണങ്ങി. എനിക്ക് വേണ്ടിയതും അത് തന്നെയായിരുന്നു. മോളെ നോക്കാനായി നിർത്തിയ മഞ്ജു ചേച്ചിയും ഞാനും മോളും. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ ചേച്ചി മോളെ നോക്കും. ഞാൻ വന്ന ശേഷം അവർ തിരികെ പോകും. എത്ര തിരക്കുണ്ടെങ്കിലും നന്ദമോളോട് സംസാരിക്കാനും അവളുടെ കൂടെ കളിക്കാനും എല്ലാത്തിനും ഞാൻ സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് വീട് സന്ദർശിക്കാൻ എത്തുന്ന അതിഥികൾ ശ്രീധരൻ മാമയും അമ്മയും മാത്രമായി. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ മഞ്ജു ചേച്ചിയും മോളെയും കണ്ടില്ല. വാതിൽ തുറന്നു കിടന്നു. എൻ്റെ കുറേ നേരത്തെ വിളിക്ക് ശേഷം ചേച്ചി മോളെയും കൊണ്ട് പുറത്തുനിന്ന് ഗേറ്റ് കയറി വന്നത്. ചേച്ചി എവിടെ പോയതായിരുന്നു? ഞാൻ ഇത്ര നേരം വിളിച്ചു. ഞാൻ വെറുതെ മോളെയും കൊണ്ട് ഒന്ന് നടക്കാനിറങ്ങി. എത്രയെന്ന് വെച്ചാ കുഞ്ഞിങ്ങനെ വീടിനകത്തിരിക്കുന്നേ. ഞാനൊന്ന് ചിരിച്ചു. എന്നിട്ട് മോളുടെ കവളിൽ ഒരു ഉമ്മ വെച്ചു. മുകളിലെ മുറിയിലേക്ക് നടക്കുമ്പോഴും എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. എന്തോ വല്ലാത്ത പേടി പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ പതിവിലും നേരം പൂജാമുറിയിൽ പ്രാർത്ഥിച്ചിരുന്നു. കഴിക്കാൻ എടുത്തു വെച്ച ഭക്ഷണമൊന്നും തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാത്ത പോലെ. മോൾ ഉറങ്ങിയിട്ടും ആ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ കണ്ണുകളൊന്ന് അടച്ചു. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. ശ്രീധരൻ മാമ കോളിംഗ്. സ്ക്രീനിൽ അങ്ങനെ തെളിഞ്ഞു വന്നു. ക്ലോക്കിലേക്ക് ഞാനൊന്ന് സമയം നോക്കി. 12:40. ഹലോ, മോൾ ഉറങ്ങിയോ? ഇല്ല മാമേ, എന്നെ ഈ സമയത്ത്? മോളെ, അത് ശ്രീ.
എൻ്റെ ശ്രീക്ക്. ബാക്കി പറഞ്ഞത് കേട്ടപ്പോഴേക്കും ചെവിയോട് ചേർത്ത് പിടിച്ചിരുന്ന ഫോൺ എൻ്റെ കൈവിരലുകൾക്കിടയിൽ നിന്നും ഊർന്ന് താഴേക്ക് വീണിരുന്നു. ശ്രീ ശ്രീമോൻ പോയി. ശ്രീമോൻ പോയി. അതുമാത്രം എൻ്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു. നിലത്ത് വീണുപോയി ഫോണെടുത്ത് ഞാൻ വീണ്ടും ചെവിയോട് ചേർത്ത് വെച്ചു. ആശുപത്രിയിൽ നിന്ന് മടങ്ങും വഴി കാറ് ചെന്ന് ശ്രീ കൈവെള്ള രണ്ടും ചെവിയിലേക്ക് ചേർത്ത് പിടിച്ച് പാതി കണ്ടു നിർത്തിയ സ്വപ്നത്തിൽ നിന്നും ഞാൻ ഞെട്ടി ഉണരുമ്പോൾ കണ്ടു മറന്നത് ഒരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഫോണെടുത്ത് സമയം നോക്കി. 2:15. തൊണ്ട വറ്റി വളരും പോലെ കണ്ണിൽ നിന്ന് മലവെള്ള പാച്ചിൽ പോലെ ഒഴുകിയെത്തിയ കണ്ണീർ അത് തൻ്റെ കവിൾത്തടങ്ങളിലൂടെ താഴേക്കൊഴുകി തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നു. അലറി വിളിച്ച് ഞാൻ എണീറ്റത് കൊണ്ടാവാം അപ്പോഴേക്കും മോളും ഉണർന്നു. മോളെ ഞാൻ പതിയെ പുറത്ത് തട്ടി ഉറക്കി. തൊണ്ട വീണ്ടും വറ്റി വരളുന്നുണ്ടായിരുന്നു. മേശമേലിരുന്ന ചില്ല് ജഗ്ഗിലേക്ക് എൻ്റെ വിരലുകൾ നീണ്ടു. അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളമെടുക്കാനായി മുകളിലേക്ക് നിന്ന് അടുക്കളയിലേക്ക് കോണിപ്പടികൾ ഓടി ഇറങ്ങി വരും. ഇറങ്ങുമ്പോഴും പാതി വഴിയിൽ കണ്ടു നിർത്തിയ സ്വപ്നത്തിൻ്റെ ഞെട്ടൽ എന്നിൽ നിന്ന് അടർന്നു മാറിയിട്ടില്ല. കാലുകൾ ഓരോന്നും മുന്നോട്ട് വയ്ക്കാനാവാതെ കോണിപ്പടിയിലെ കൈവരിയിൽ ചാരി സ്റ്റെപ്പിലേക്ക് ഞാനിരുന്നു. ഡിവോഴ്സ് വാങ്ങി ഞങ്ങൾ രണ്ടാളും വേർപിരിഞ്ഞെങ്കിലും സ്ത്രീയിൽ എന്തേലും പറ്റിയെന്നറിഞ്ഞാൽ പിടയുന്നൊരു മനസ്സുണ്ടെനിക്ക്. ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ആ ദിവസത്തിലേക്ക് എൻ്റെ ചിന്തകൾ പാഞ്ഞു. ലച്ചു, സമയം 8 കഴിഞ്ഞു. നീ ഇതെന്തെടുത്ത് നിൽക്കുവാ? ശ്രീ മോളെ നിർത്തേ, ദേ ഞാൻ ഇപ്പോൾ റെഡിയാവാം. ബെഡിൽ കിടന്നു കരയുന്ന നന്ദമോളെയും കൊണ്ട് ശ്രീ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറി താഴേക്ക് ചെന്നു. അച്ഛനും സുഭദ്രാമ്മയും താഴെ തന്നെയുണ്ട്. വീട്ടിലെ തിരക്കിട്ട ജോലിക്കിടയിൽ എനിക്കൊരു കൈസഹായത്തിന് നിർത്തിയതാണ് സുഭദ്രാമ്മയെ. നന്ദമോൾക്കിപ്പോൾ എന്നെ കണ്ടില്ലേലും വേണ്ടില്ലെന്നും സുഭദ്രാമ്മയെ എന്നും കാണണമെന്നും ഞങ്ങൾക്കൊക്കെ അറിയാം. ലച്ചു, ഇതെന്നോർത്ത് നിൽക്കുവാ? ഇപ്പം തന്നെ സമയം പോയി. സ്റ്റെയറിൻ്റെ പാതി വഴിയിൽ എന്തോ ഓർത്ത് നിന്നപ്പോൾ ശ്രീയാണെന്നെ വിളിച്ചത്. ഒന്നുമില്ല ശ്രീ, താ വരുന്നു. സുഭദ്രാമ്മയുടെ കയ്യിലിരുന്ന നന്ദമോളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചിട്ട് ഞാൻ വേഗം നോടി കാറിൻ്റെ മുൻസീറ്റിൽ സ്ഥാനം പിടിച്ചു. ഞാൻ മടുത്തു സ്ത്രീ. എന്നും ഈ ധൃതി വെച്ചുള്ള ഓട്ടം. മോളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ പോലും കിട്ടുന്നില്ല. നമുക്ക് രണ്ടാൾ കൂടി ഒരു 3 മാസത്തെ ലീവ് എടുത്ത് കാനഡയിലുള്ള എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയാലോ? നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മാവൻ വിളിക്കുന്നതാ. ഇപ്പം തൽക്കാലമുള്ള കുറച്ച് ടെൻഷൻ കുറയും, ആശ്വാസം കിട്ടും. മോളുടെ കൂടെ ചിലവഴിക്കാനും കുറച്ച് സമയവും ആകും. സ്ത്രീ ഒന്ന് അമ്മാവനെ വിളിച്ച് സംസാരിക്കും. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടാലും ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഉച്ചയ്ക്ക് ലഞ്ച് ക്യാൻറ്റീനിൽ നിന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കാറാണ് പതിവ്. സമയം താമസിച്ചപ്പോൾ ഞാൻ ശ്രീയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ ഫോൺ എടുത്തില്ല. ഞാൻ ശ്രീയെ നോക്കി. ശ്രീയുടെ റൂമിലേക്ക് നടന്നു. പേഷ്യൻസിനെ നോക്കുന്ന കർട്ടൻ്റെ മറവിൽ നിന്ന് അടക്കി പിടിച്ചൊരു തേങ്ങൽ. എൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പാഞ്ഞു. ഡോക്ടറുടെ ചുമരി ചാരി നിന്ന് കരയുകയാണ് നേഴ്സ് അശ്വതി. ഒരു കൈകൊണ്ട് അവളുടെ പുറത്തും മുടിയിലും എല്ലാം ഡോക്ടർ തഴുകുന്നുണ്ട്. മറ്റേ കൈയിൽ അടുക്കി പിടിച്ച് കുറച്ചധികം നോട്ടുകൾ. കൺമുമ്പിൽ കണ്ടിട്ടും എനിക്ക് കാഴ്ചയെ വിശ്വസിക്കാനായില്ല. ഞാൻ അറിഞ്ഞു ശ്രീ അതിങ്ങനെ അല്ലായിരുന്നു. ശ്രീയെ നുറക്കെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ നാം അനങ്ങിയില്ല. ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഒന്നും മിണ്ടാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കരയാൻ പോലും ഞാൻ മറന്നുപോയിരുന്നു. അധിക നേരം ഹോസ്പിറ്റലിൽ നിൽക്കാതെ ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. നന്ദമോളെ നോക്കുപോലും ചെയ്യാതെ, വേഷം പോലും മാറാതെ ഞാൻ കിടക്കയിലേക്ക് ചാഞ്ഞു. ശ്രീയെ ഇപ്പോഴും അങ്ങനൊരു രീതിയിൽ ഓർക്കാൻ പോലും എൻ്റെ മനസ്സിനെ ഞാൻ അനുവദിച്ചില്ല. വൈകിട്ടായപ്പോൾ ശ്രീയും വന്നു. മുറിയിൽ ശ്രീയുടെ കാൽപ്പെരുമാറ്റവും നന്ദമോളെ കൊഞ്ചിക്കുന്ന ശബ്ദവുമെല്ലാം കേട്ട് ഉറക്കം നടിച്ച് ഒന്നും അറിയാത്ത പോലെ ഞാൻ കിടന്നു. ലച്ചു, എണീറ്റ്, നേരെ ഒരുപാടായി.
ഒന്നും മിണ്ടാതെ ഞാൻ എണീറ്റു. ശ്രീയുടെ കയ്യിലിരുന്ന നന്ദമോളെ വാങ്ങി കട്ടിലിൻ്റെ ഒരു മൂലയ്ക്ക് മാറി തിരിഞ്ഞിരുന്ന് മോൾക്ക് പാല് കൊടുത്തു. മോൾ ഉറങ്ങിയപ്പോൾ അവളെ കിടത്തി ഇരുവശത്തും തലയിണയും വെച്ച് ഞാൻ ജനലഴികളിൽ പിടിച്ച് തെക്ക് ഭാഗത്തൂടെ ഒഴുകുന്ന ആറ്റിലേക്ക് കണ്ണുനട്ട് നിന്നു. ശ്രീയോട് ചോദിച്ചാലോന്ന് മനസ്സുകൊണ്ട് പലവട്ടം ആലോചിച്ചു. ചെയ്ത തെറ്റ് മനസ്സിലാക്കി എനിക്ക് മുൻപിൽ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന ശ്രീയുടെ മുഖം അതോർത്തപ്പോൾ പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോൾ അശ്വതിയോട് ചോദിച്ച് അതുവഴി അത് ഹോസ്പിറ്റലിൽ മുഴുവൻ അറിഞ്ഞാൽ അതും ശ്രീക്ക് തന്നെ നാണക്കേട്. എങ്ങനെയായിപ്പോൾ ഇതൊന്ന് ചോദിക്കാം? എന്താ അവർ തമ്മിലുള്ള ബന്ധം? ഒന്നും അറിയാതെ ഇനിയൊരു സമാധാനമില്ല. ശ്രീയോടിപ്പോൾ എനിക്ക് മനസ്സുകൊണ്ടൊരു അകൽച്ച തോന്നുന്നു. എൻ ചിന്തകൾ പലതും പല വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി. അപ്പോഴാണ് പിന്നിലൂടെ വന്ന് ശ്രീ എന്നെ ചുറ്റിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചത്. ശ്രീയുടെ കൈ എൻ്റെ ദേഹത്ത് തൊട്ടപ്പോൾ ഉടലാകമാനം പൊള്ളി അടരുന്നത് പോലെ എനിക്ക് തോന്നി. വിട് ശ്രീ എന്ന് പറഞ്ഞ ധൃതിയിൽ ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ശ്രീ എന്നെ ശ്രീയുടെ കരവലയങ്ങൾക്കുള്ളിലാക്കി. പറ, എന്താണ് പറ്റിയത്? വന്നപ്പോൾ തൊട്ട് ഞാൻ ഓർക്കുന്നു. പതിവില്ലാതെ ഉച്ചയ്ക്ക് വന്ന് ഇന്ന് ഈ നേരം വരെ എന്നോടൊന്നും മിണ്ടുന്നില്ല. എന്താ എൻ്റെ ലച്ചുവിന് പറ്റിയേ? വയ്യാണ്ടായോ? ഒന്നുമില്ല, ശ്രീ എന്നെ വിട്. അതും പറഞ്ഞ് ശ്രീയുടെ കൈകളിൽ നിന്നും കുതറി മാറി ഞാൻ മോൾക്കരികിൽ ചെന്ന് കിടന്നു. ആ നിമിഷം തൊട്ട് തുടങ്ങുകയായിരുന്നു ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ. ഞാനായിട്ട് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ. ശ്രീക്ക് ദേഷ്യം തോന്നുന്നതൊക്കെ ചെയ്തു കൂട്ടി ഞങ്ങൾക്കിടയിൽ ഓരോ വഴക്കുകളുണ്ടാക്കി. ഒടുവിൽ അതിനെ ഡിവോഴ്സിൻ്റെ വക്കുവരെ കൊണ്ടെത്തിച്ചു. ഇപ്പോഴും ആർക്കും കൃത്യമായി അറിയില്ല ഞങ്ങൾ പിരിയാനുള്ള കാരണം എന്താണെന്ന്. പക്ഷെ എൻ്റെ അച്ഛൻ മാത്രം വിശ്വസിക്കുന്നത് എൻ്റെ എന്തോ പ്രവൃത്തി മൂലമാണ് ഞങ്ങൾ പിരിഞ്ഞതെന്ന്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദമാണ് എന്നെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. ഇതെന്താ മോളെ, ഇന്ന് ഇത്ര നേരമായിട്ടും വാതിൽ തുറക്കാത്തെ? ഉറങ്ങിപ്പോയി ചേച്ചി. ചേച്ചി ആ പാലെടുത്ത് ഒന്ന് ചായ ഇട്ടേ, ഞാൻ മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് മോൾ ഉണർന്നത്. മോൾക്ക് പാല് കൊടുത്ത് അവളെ മഞ്ജു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് കാറിൻ്റെ കീയും ബാഗും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ഇന്നലെ രാത്രി തീരെ ഉറക്കാത്തതിൻ്റെ ക്ഷീണം, പാതി വഴിയിൽ നിർത്തിയ ഉറക്കം. പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുകളെ തലോടി ഉറക്കം. പേഷ്യൻസിൻ്റെ തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ മേശയിലേക്കൊന്ന് തലചായ്ച്ച് കിടന്നു. ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് കിടന്നപ്പോഴേ കണ്ണടഞ്ഞു. ലച്ചു, ആ വിളിയിലാണ് ഞാൻ ഉണർന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ആദർശ്. എന്താ ആദർശ്? അല്പം ദേഷ്യം കലർന്ന ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു. എന്താണോ ഇത്? റൂമിലേക്ക് വന്ന ആളോട് ഒന്ന് ഇരിക്കാനേലും പറയണോ? ഓ സോറി, ഇരിക്ക്. ഡോ, ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ. എന്താ? അധികം വളച്ചു ചുറ്റാതെ ഞാൻ ഉള്ള പോലെ അങ്ങ് പറയാം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. ആദർശ് പ്ലീസ്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ലച്ചു, താൻ എന്നെ ഒന്നും മനസ്സിലാക്ക്. തൻ്റെ മോളെ വേണമെങ്കിൽ നമുക്ക് ശ്രീഹരിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മോളായിട്ട് വളർത്താം. തൻ്റെ കഴിഞ്ഞ വിവാഹം അതൊക്കെ എനിക്കൊരു പ്രശ്നമേ അല്ലടോ. എഴുന്നേക്ക്, എൻ്റെ റൂമിൽ നിന്ന് പുറത്തു പോ. എൻ്റെ നന്ദമോൾക്ക് ഒരച്ഛനേ ഉള്ളൂ, ശ്രീഹരി. ലച്ചു, ഞാൻ മേലിൽ എന്നെ അങ്ങനെ വിളിക്കരുത്. എൻ്റെ ശ്രീ എന്നെ വിളിക്കുന്നതാ അങ്ങനെ. ലക്ഷ്മി പ്ലീസ്, ഇനി മേലെ ഇതും പറഞ്ഞെൻ്റെ റൂമിൽ വന്നാൽ പുറത്തിറങ്ങടോ. ഇരുന്ന് ചേർന്ന് നെണീറ്റ് ആദർശൻ്റെ മുഖത്തേക്ക് നോക്കി വാതിലിലേക്ക് വിരച്ചോണ്ടി പറയുമ്പോൾ ഞങ്ങളുടെ സംസാരമെല്ലാം കേട്ട് വാതിലിൽ കൈകെട്ടി ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ആളെ കണ്ടതും ഞാൻ പോലും അറിയാതെ എൻ്റെ ചുണ്ടുകൾ വീണ്ടും മന്ത്രിച്ചു. ആ പേര് ശ്രീ എന്നായിരുന്നു. തുടരും.